നമസ്കാരം. വൈൽഡ് കാർഡായി എത്തിയ സായി കൃഷ്ണ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ. ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം, കുടുംബത്തിന്റെ പ്രതികരണം, പ്രതിശ്രുത വരന്റെ ഓഡിയോ ക്ലിപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം സായി കൃഷ്ണ ജാസ്മിനോട് വെളിപ്പെടുത്തിയിരുന്നു. ജാസ്മിനും സായിയും സംസാരിക്കുന്നതിനിടെയായിരുന്നു ജാസ്മിൻ പുറത്തു നേരിടുന്ന കടുത്ത വിമർശനങ്ങളെ കുറിച്ച് സായി തുറന്നു പറഞ്ഞത്. നീ വിചാരിക്കുന്നത് പോലെയല്ല പുറത്തെ കാര്യങ്ങളെന്നും പ്രതിശ്രുതവരനായ അഫ്സൽ അടക്കം ഗബ്രി ജാസ്മിൻ കോംബോ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നുമാണ് സായി പറഞ്ഞത്. അഫ്സൽ കരയുകയാണെന്നും വിശദീകരണം നൽകിക്കൊണ്ടുള്ള ഓഡിയോ പുറത്തുവിടേണ്ടി വന്നുവെന്നും ഗബ്രി വിഷയത്തിൽ കുടുംബമടക്കം അഭിമുഖം നൽകിയിട്ടുണ്ടെന്നും സായി അറിയിച്ചിരുന്നു. ഗബ്രിയുടെ വെളിപ്പെടുത്തൽ വലിയ ഞെട്ടലാണ് ജാസ്മിൻ ഉണ്ടാക്കിയത്. താൻ ഒരിക്കലും ഗബ്രിയെ പ്രണയിക്കുന്നില്ലെന്നും എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്നും ജാസ്മിൻ സായിയോട് ചോദിക്കുന്നുണ്ട്. സ്വന്തം വീട്ടുകാർ അടക്കം തന്നെ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റസ്മിന് മുൻപിലും ജാസ്മിൻ പൊട്ടിക്കരഞ്ഞു. അതേസമയം പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് കൃത്യമായ നിർദ്ദേശം വൈൽഡ് കാർഡുകൾക്ക് ഉണ്ടായിട്ടും സായി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടില്ലെന്നത് ആരാധകരെ അമ്പരിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് സായിക്ക് മുന്നറിയിപ്പ് നൽകിയതെന്നതും ആരാധകർ ചോദ്യം ചെയ്യുന്നു. ഇത് ജാസ്മിനെ സഹായിക്കാനാണെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആരോപിക്കുന്നത്. എന്നാൽ വൈൽഡ് കാർഡിനെ ഇറക്കിക്കൊണ്ടുള്ള ബിഗ് ബോസിന്റെ കൃത്യമായ ഗെയിം പ്ലാൻ ആണ് ഇതെന്നാണ് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സായി സംസാരിച്ചതിന് പിന്നാലെ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളും അതിന് പിന്നാലെ സായിയെ നോമിനേറ്റ് ചെയ്യാനുള്ള ജാസ്മിന്റെ തീരുമാനവും ഇതിന്റെ ഭാഗമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പുറത്തുനിന്നുള്ളവർ പലതും സംസാരിച്ചേക്കാമെന്നും അതവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാമെന്ന തരത്തിലും ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഇതോടെ എന്ത് വിശ്വസിക്കണമെന്ന് മനസ്സിലാകാതെ ആശങ്കപ്പെടുന്ന ജാസ്മിനെയാണ് പിന്നെ പ്രേക്ഷകർ കണ്ടത്. മാത്രമല്ല പിന്നാലെ ജാസ്മിൻ സായിയെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായി പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞുവെന്നതാണ്. സായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തനിക്ക് വ്യക്തതയില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.